ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പ്രോസോ മില്ലറ്റിനെ കുറിച്ച് പറയാനായിട്ടോ വന്നിരിക്കുന്നത്. പ്രോസോ മില്ലറ്റ് ഇവിടെ ചേട്ടൻ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ചോറ് കഴിക്കുമ്പോൾ ചേട്ടന് വണ്ണം വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പ്രോസോ മില്ലറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ വാങ്ങാം. ഇവിടെ മന്ന എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രോസോ മില്ലറ്റ് ആട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോസോ മില്ലറ്റിനെ നമ്മൾ ചാമ എന്ന് വിളിക്കും കേട്ടോ. ഇത് ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ചെറുധാന്യമാണ്. അതിൽ ഒരുപാട് പ്രോട്ടീനും വൈറ്റമിനും നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ എളുപ്പമാക്കാനും ഇതും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് ഉപ്പുമാവായിട്ടോ കഞ്ഞി പോലെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങളെന്ന് പറയുന്നത് പ്രമേഹം നിയന്ത്രിക്കും, പിന്നെ ശരീരഭാരം കുറയ്ക്കുക. അതാണല്ലോ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിൽ ഡയറ്ററി ഫൈബറൊക്കെ കൂടുതലായിട്ടുള്ളത് കാരണം കൊണ്ട് ദഹനപ്രക്രിയയൊക്കെ സുഗമമാക്കും കേട്ടോ. പിന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കും. അതായത് മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ ഇതിൽ സമ്പുഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് രക്തസമ്മർദ്ദം എന്താ പറയുക, രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിലനിർത്തും. അപ്പോൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിനെ സംരക്ഷിക്കും കേട്ടോ. പിന്നെ ഇതിൽ ഊർജ്ജം നൽകുന്നുണ്ട്. അമിനോ ആസിഡും ഒക്കെ നൽകാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മില്ലറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മളൊരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കണം കേട്ടോ. 30 മിനിറ്റ് കുതിർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പുമാവായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപ്പുമാവും ഉണ്ടാക്കാനായിട്ട് സാധാ പോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ 30 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് സവാളയും പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിട്ട് വേവിച്ചെടുത്ത് ഉപ്പുമാവാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ വേവിച്ച് ചോറ് പോലെയാണ് കേട്ടോ എടുത്തത്. അതായത് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് കറി കൂട്ടി സൈഡായിട്ട് കറി കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൊടുത്തത് തന്നെ ഇത് മിസ്സായി പോയിട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ വല്ലാതെ ഒന്നും വീർത്ത് വരില്ല കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരണ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാ പോലെ വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ 30 മിനിറ്റ് കുതിർത്ത് തനിയിട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ തനിയിട്ട് കൊടുത്ത് വെന്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.